നമസ്കാരം. കേരള ടെക് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഫിസിക്സിനെ കുറിച്ചായിരുന്നു ചെയ്തത്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് കെമിസ്ട്രിയെ കുറിച്ചിട്ടാണ്. അതുപോലെ തന്നെ പറയുകയാണ്, ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിൽ ഒരു വകയും പഠിക്കാത്തവർ മാത്രം ഈ ഒരു സംഭവം കേൾക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതുവരെ പഠിച്ച് റെഡി ആയിട്ടിരിക്കുന്നവർ ഇത് കേൾക്കേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടുള്ള ഒരു ടോപ്പിക്കുകൾ ചർച്ച ചെയ്താണ് പോകുന്നത്. പ്രധാനപ്പെട്ട ഏത് ടോപ്പിക്കുകളാണ് നിങ്ങൾ പഠിക്കേണ്ടത്, പഠിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്, പാസ് ആവാൻ ചാൻസ് ഉണ്ടെന്നുള്ള പോർഷൻ മാത്രമാണ് ഇവിടെ പറയുന്നത്. അതിലൊന്നാമതായിട്ട് സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രിയിലെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസ്, അതുപോലെ തന്നെ എംപിരിക്കൽ ആൻഡ് മോളിക്കുലാർ ഫോർമുല എന്താണെന്ന് മനസ്സിലാക്കുക, അത് വെച്ചിട്ടുള്ള ഇക്വേഷൻസ് എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷനകത്ത് കൺസർവേഷൻ ഓഫ് മാസ്, ഡെഫിനിറ്റ് പ്രപ്പോർഷൻ, മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ, ഗേ-ലുസാക്സ് ലോ, അവഗാഡ്രോസ് ലോ ഇതെന്താണെന്ന് മനസ്സിലാക്കുക. പിന്നെ മോൾ കൺസെപ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസും അതുപോലെ തന്നെ അതിൻ്റെ കാൽക്കുലേഷൻസും മനസ്സിലാക്കി എടുക്കുക. അതായത് മെത്തേഡ് ഓഫ് എക്സ്പ്രസിങ് കോൺസെൻട്രേഷൻ, അതായത് മാസ് പെർസെൻറ്റേജ്, മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ, ppm തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അതിൻ്റെ ഇക്വേഷൻസും പഠിക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിനകത്ത് അറ്റോമിക് മോഡൽസിനെ കുറിച്ച് ജെ തോംസൺ, അതുപോലെ തന്നെ റുദർഫോർഡിൻ്റെ അറ്റോമിക് മോഡൽ, അതുപോലെ തന്നെ ഒരുപാട് പേര് അറ്റോമിക് മോഡലുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. പിന്നെ ഹൈഡ്രജൻ സ്പെക്ട്രം, അതിനകത്തുള്ള ലൈൻസ്, ഇലക്ട്രിക് സ്പെക്ട്രത്തിലുള്ള ലൈൻസുകളുടെ പേര്, അതിൻ്റെ ഓർബിറ്റൽസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. പിന്നെ ഹെയ്ൻസ്ബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, പിന്നെ ഷേപ്പ് ആൻഡ് എനർജി ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ്, എസ് ഓർബിറ്റലിൻ്റെ, പി ഓർബിറ്റലിൻ്റെ, ഡി ഓർബിറ്റലിൻ്റെ ഒക്കെ ഷേപ്പ് മനസ്സിലാക്കുക. പിന്നെ ഓഫ് ബാ പ്രിൻസിപ്പിൾ, ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി, പൗളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് അതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് ആയിട്ട് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റീസ് ഇൻ പ്രോപ്പർട്ടീസ്. അതിനകത്ത് പീരിയോഡിക് ടേബിൾ കാണാതെ പഠിക്കുക. ഒരു കെമിസ്ട്രി എക്സാം എഴുതാൻ പോകുന്നവരെ സംബന്ധിച്ച് പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യം, പീരിയോഡിക് ടേബിൾ എല്ലാ എലമെൻറ്റ്സും കാണാതെ പഠിക്കുക. നമ്മുടെ മനസ്സിലുണ്ടാവണം ഓരോ എലമെൻറ്റ്സിൻ്റെ ഓർഡറും, അതുപോലെ തന്നെ അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടാവണം. പ്രധാനമായിട്ടും നിങ്ങൾ ഇങ്ങനെ പീരിയോഡിക് ടേബിൾ ഹൊറിസോണ്ടലായിട്ട് പഠിക്കാതെ വെർട്ടിക്കലായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഗ്രൂപ്പ് വൈസ് പഠിക്കാൻ ശ്രദ്ധിക്കുക. ഗ്രൂപ്പ് വൈസ് പീരിയോഡിക് ടേബിൾ പഠിക്കുകയാണെങ്കിൽ എപ്പോഴും ഗ്രൂപ്പ് വൈസ് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എല്ലാ എലമെൻറ്റ്സിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിക്കുക. പിന്നെ പീരിയോഡിക് ട്രെൻഡ്സ് മനസ്സിലാക്കുക. അതായത് അറ്റോമിക് റേഡിയസ്, അതുപോലെ തന്നെ അയോണിക് റേഡിയസ്, ഇലക്ട്രോ നെഗറ്റിവിറ്റി, അയോണൈസേഷൻ എന്താൽപ്പി, ഇതിൻ്റെയൊക്കെ ഓർഡർ, അതായത് ഗ്രൂപ്പിൽ ടോപ്പിൽ നിന്ന് ബോട്ടത്തിലോട്ട് പോകുമ്പോഴാണോ, അതുപോലെ തന്നെ ബോട്ടത്തിൽ നിന്ന് ടോപ്പിലോട്ട് പോകുമ്പോഴാണോ ഇതൊക്കെ കൂടി വരുന്നത്, സൈസ് കൂടി വരുന്നത്, അതുപോലെ തന്നെ അയോണൈസേഷൻ എന്താൽപ്പി കൂടി വരുന്നത്, ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടി വരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കുക. നെക്സ്റ്റ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിലെ ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് ഏതൊക്കെയാണെന്നും അതുപോലെ തന്നെ അതിൻ്റെ എക്സാമ്പിൾസും പഠിച്ചു വെക്കുക. നെക്സ്റ്റ് അതായത് ഡിസ്പെർഷൻ ഫോഴ്സ്, ഡൈപോൾ ഫോഴ്സ്, ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഫോഴ്സ്, ഹൈഡ്രജൻ ബോണ്ടിങ് തുടങ്ങിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു വെക്കുക. അത് മാത്രമല്ല, ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ മഴയുള്ളൊരു ദിവസം നിങ്ങൾ കാർ ഓടിച്ച് പോകുമ്പോൾ ഗ്ലാസ്സിൽ സാധാരണയായിട്ടും വെള്ളം പറ്റാറുണ്ട്. ആ ഒരു വെള്ളം എന്തുകൊണ്ട് ഗ്ലാസ്സിൽ തങ്ങി നിൽക്കുന്നു, അത് ഏതൊരു മോളിക്കുലാർ അട്രാക്ഷന്, അതായത് ഏത് ബോണ്ടിങ്ങിന് എക്സാമ്പിളാണ് തുടങ്ങിയ കാര്യങ്ങളുണ്ട്. അതറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്തതായിട്ട് ഗ്യാസ് ലോസ് പഠിക്കുക. ഗ്യാസ് ലോസ് എന്ന് വെച്ചാൽ ബോയിൽസ് ലോ, ചാൾസ് ലോ, അതുപോലെ തന്നെ അവഗാഡ്രോസ് ലോ, ഗേ-ലുസാക്സ് ലോ, ഇതെല്ലാം പഠിക്കുക. ഇത് പഠിച്ചാൽ മാത്രം പറയാം, ഇതിൻ്റെ ഇക്വേഷൻസ് പഠിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ഇക്വേഷൻസ് വെച്ച് നമുക്ക് ഒട്ടുമിക്ക പ്രോബ്ലംസും ചെയ്ത് തീർക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ ഇക്വേഷൻസ് പഠിക്കുക. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഗ്രാഫുകളിലൂടെ മനഃപ്പാടമാക്കുക. പിന്നെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പഠിക്കുക. അതുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്യണം. പിന്നെ പാർഷ്യൽ പ്രഷറും അതുപോലെ തന്നെ അതിൻ്റെ ആപ്ലിക്കേഷനും. പിന്നെ ഗ്രഹാംസ് ലോ ഓഫ് ഡിഫ്യൂഷൻ എന്താണെന്നും അതിൻ്റെ ഇക്വേഷൻസും ഒക്കെ പഠിക്കുക. ആ റിലേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ഡൈനാമിക്സ് ആണ്. അതിൽ എല്ലാ പോർഷനും നമ്മൾ പറയുന്നില്ല. ഇതിൽ എളുപ്പമായിട്ടുള്ളത് ഇൻറ്റൻസീവ് ആൻഡ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി പഠിക്കാനും എളുപ്പമാണ്, വലിയ പാടൊന്നുമില്ല, ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇൻറ്റൻസീവ് ആൻഡ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി വിത്ത് എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക. പിന്നെ ഹെസസ് ലോ പഠിക്കുക. എൻട്രോപ്പിയുടെ കോൺസെപ്റ്റുകൾ ഫുള്ളും മനസ്സിലാക്കുക. പിന്നെ ഗിബ്സ് എനർജി
റിലേറ്റഡ് ഇക്വേഷൻസ്, ഗിബ്സ് എനർജിയായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻസും അതിൻ്റെ പ്രോബ്ലംസും പഠിക്കുക. നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഇക്വിലിബ്രിയമാണ്. ഇക്വിലിബ്രിയത്തിനകത്ത് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം ആൻഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻസ്, അതുപോലെ തന്നെ റിലേഷൻ ബിറ്റ്വീൻ കെ പി ആൻഡ് കെ സി, അതുപോലെ തന്നെ ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം വിത്ത് എക്സാമ്പിൾസ് മസ്റ്റാണ്. പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ ആപ്ലിക്കേഷൻ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ലെ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ, എസ്പെഷ്യലി എഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ, അതുപോലെ തന്നെ പ്രഷർ, ടെമ്പറേച്ചർ, കാറ്റലിസ്റ്റ്, ഇനർട്ട് ഗ്യാസ് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. പിന്നെ അയോണിക് ഇക്വിലിബ്രിയത്തിൽ അറീനിയസ് തിയറി, അതുപോലെ തന്നെ ബ്രോൺസ്റ്റഡ് ലൗറി പ്രിൻസിപ്പിളും, പിന്നെ ലൂയിസ് തിയറി പഠിക്കുക. ലൂയിസ് തിയറി എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. പിന്നെ പി എച്ച് കോൺസെപ്റ്റും അതുപോലെ തന്നെ സാൾട്ട് ഹൈഡ്രോളിസിസും പഠിക്കുക. അടുത്തതായിട്ട് അസിഡിക്സ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ബഫർ സൊല്യൂഷനാണ്. ബഫർ സൊല്യൂഷൻ പഠിക്കുക. പിന്നെ ബേസിക് ബഫറും അതുപോലെ തന്നെ അസിഡിക് ബഫറും അതിൻ്റെ എക്സാമ്പിൾസും പഠിക്കുക. ബഫർ സൊല്യൂഷനിൽ നിന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബഫർ സൊല്യൂഷൻ കൂടെ പഠിക്കാം. നെക്സ്റ്റ് സോലിബിലിറ്റി പ്രോഡക്റ്റ് വെച്ചിട്ടുള്ള അതിൻ്റെ ഇക്വേഷനും അതുപോലെ തന്നെ പ്രോബ്ലംസും വർക്കൗട്ട് ചെയ്യാം. നെക്സ്റ്റ് ആയിട്ട് റെഡോക്സ് റിയാക്ഷനാണ്. റെഡോക്സ് റിയാക്ഷനകത്ത് ടൈപ്പ് ഓഫ് റെഡോക്സ് റിയാക്ഷൻ, കോമ്പിനേഷൻ റിയാക്ഷൻ, ഡീകമ്പോസിഷൻ റിയാക്ഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ, ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ, അതുപോലെ തന്നെ ബാലൻസിങ് ഓഫ് റെഡോക്സ് ഇക്വേഷൻ ഓക്സിഡേഷൻ മെത്തേഡും പിന്നെ ഓക്സിഡേഷൻ മെത്തേഡ് വെച്ചോ അതും അല്ലെങ്കിൽ അതിനകത്തൊരു മെത്തേഡുണ്ട്, ആ ഒരു മെത്തേഡ് വെച്ചിട്ടോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഡാനിയൽ സെല്ലിൻ്റെ കൺസ്ട്രക്ഷനും അതുപോലെ തന്നെ അതിലുപയോഗിച്ചിരിക്കുന്ന വസ്തുക്കളുടെയൊക്കെ പേരും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചേക്കുക. പിന്നെ ഇലക്ട്രോ കെമിക്കൽ സീരീസ് കാണാതെ പഠിച്ചു വെക്കുക. ഇലക്ട്രോ കെമിക്കൽ സീരീസ് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ആപ്ലിക്കബിൾ ആണ്, അത് പഠിക്കുക. നെക്സ്റ്റ് ഹൈഡ്രജൻ എസ് ആൻഡ് പി ബ്ലോക്ക് എലമെൻറ്റ്സ്, അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി, പിന്നെ നമുക്ക് സെക്കൻഡ് ഇയറിൽ സർഫസ് കെമിസ്ട്രി, അതുപോലെ തന്നെ പോളിമേഴ്സ്, അതുപോലെ തന്നെ ബയോമോളിക്യൂൾസ്, അവിടെ ഒരു കെമിസ്ട്രി അവരുടെ ലൈഫ് ഉണ്ടെന്ന് തോന്നുന്നു. എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി എന്ന് കണ്ടു പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ ആ ചാപ്റ്റർ ഇതെല്ലാം തന്നെ തിയറി ബേസ്ഡ് പോർഷൻസ് ആണ്. പിന്നെ ജനറൽ പ്രിൻസിപ്പിൾ ആൻഡ് ഐസൊലേഷൻ, അതൊക്കെ നമുക്ക് വായിച്ച് പോയാലും മനസ്സിലാക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സാണ് അതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ചാപ്റ്ററുകളൊക്കെ നിരന്തരം വായിക്കുന്നതിലൂടെ മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും ഒരുപാട്. പിന്നെ ഹൈഡ്രജനകത്ത് ഹൈഡ്രേറ്റ്സ്, പിന്നെ വാട്ടർ, ഹാർഡ് ആൻഡ് സോഫ്റ്റ് വാട്ടർ, മെത്തേഡ് ഓഫ് റിമൂവൽ ഓഫ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ, പിന്നെ ഹൈഡ്രജൻ പെറോക്സൈഡ്, അതിൻ്റെ പ്രിപ്പറേഷൻ, പ്രോപ്പർട്ടി, സ്ട്രക്ചർ, യൂസ്, പിന്നെ എന്താണ് ഹെവി വാട്ടർ, ഡൈഹൈഡ്രജൻ, അതിൻ്റെ ആപ്ലിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക. പിന്നെ എസ് ആൻഡ് പി ബ്ലോക്ക് എലമെൻറ്റ്സിനകത്ത് പറയാനുള്ളത് തിയറി, എല്ലാം തിയറിയാണ്. അതിനകത്ത് മിക്കവാറുള്ള എല്ലാം തിയറിയാണ്. പിന്നെ പ്രധാനമായിട്ട് എസ്സിനകത്ത് വരുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരിസ്, അതുപോലെ തന്നെ സോഡിയത്തിൻ്റെയൊക്കെ കോമ്പൗണ്ട്സ്, നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് നമ്മുടെ ബേക്കിംഗ് സോഡ, അതുപോലെ തന്നെ പിന്നെ വാഷിംഗ് സോഡ, ഇതിൻ്റെയൊക്കെ ഇക്വേഷൻസും അതുപോലെ തന്നെ അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ മനസ്സിലാക്കി വെച്ചേക്കുക. നെക്സ്റ്റ് ആയിട്ട് പ്ലാസ്റ്റർ ഓഫ് പാരിസ് അതിൻ്റെ ഫോർമുല, അക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചേക്കുക. പിന്നെ സിമെൻറ്റിൻ്റെ കാര്യം കൂടെ പരിഗണിച്ചേക്കുക. അടുത്തായിട്ട് ബോറോൺ ഫാമിലിയിൽ ബൊറാക്സ്, ഓർത്തോബോറിക് ആസിഡ്, ഡൈബോറൈൻ, സ്ട്രക്ചർ, പ്രിപ്പറേഷൻ ആൻഡ് യൂസസ്, പിന്നെ അലൂമിനിയം അതിൻ്റെ കോമ്പൗണ്ട്സിൻ്റെ കാര്യങ്ങളും പഠിക്കുക. കാർബൺ ഫാമിലി ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം തന്നെ പഠിക്കുക, ട്രെൻഡുകളും പഠിക്കുക. പിന്നെ അലോട്രോപ്സ് ഓഫ് കാർബൺ, ഡയമണ്ട്, ഗ്രാഫൈറ്റ്, അതുപോലെ തന്നെ ഫുള്ളറൻസ്, ഇതിൻ്റെയൊക്കെ സ്ട്രക്ചറും അതുപോലെ തന്നെ ഹൈബ്രിഡൈസേഷനും ബോണ്ട് തമ്മിലുള്ള ഡിസ്റ്റൻസും ബോണ്ട് ആംഗിളും ഒക്കെ നോക്കി ചെയ്യുക, ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ കോമ്പൗണ്ട്സ് ഓഫ് സിലിക്കോൺസ് അതുകൂടെ നോക്കുക. നെക്സ്റ്റ് ആയിട്ട് എൻവയോൺമെൻറ്റൽ കെമിസ്ട്രിയിൽ ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്നൊരു പോർഷൻ വായിച്ചു നോക്കാനുള്ളതേ ഉള്ളൂ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രധാനമായിട്ടും ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഏതൊക്കെയാണെന്ന് വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക. അതിൽ നമുക്ക് ഇപ്പോൾ തന്നെ ടെക്സ്റ്റിന് പുറത്തുള്ള കാര്യങ്ങളൂടെ റെഫർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. മാക്സിമം ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക, അതെല്ലാം പഠിച്ചു വെക്കുക. പിന്നെ ആസിഡ് റെയിന്, സ്മോഗ്, ഓസോൺ ഡിപ്ലഷൻ, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, ഈ കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യുക. നെക്സ്റ്റ് സെക്കൻഡ് ഇയറിലെ സോളിഡ് സ്റ്റേറ്റിൽ
അമോർഫസ് ആൻഡ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് വിത്ത് എക്സാമ്പിൾസ്, പിന്നെ ക്രിസ്റ്റൽ ലാറ്റിസ് ആൻഡ് യൂണിറ്റ് സെൽസ്, പിന്നെ ബോഡി സെൻറ്റേഡ്, ഫേസ് സെൻറ്റേഡ്, ക്യൂബിക് യൂണിറ്റ് സെല്ല്, ഇതിൻ്റെയൊക്കെ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക. പിന്നെ പാക്കിംഗ് എഫിഷ്യൻസിയുടെ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക. ഒരു ഇക്വേഷനൊക്കെ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഇക്വേഷനും കാണാതെ പഠിച്ച് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക. പിന്നെ ഡെൻസിറ്റി ഓഫ് ക്രിസ്റ്റലിൻ്റെ ഡെൻസിറ്റി അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ZM ഡിവൈഡഡ് ബൈ A³ ഇൻറ്റു NA. അതെ ZM ഡിവൈഡഡ് ബൈ A³ ഇൻറ്റു NA. അങ്ങനെ ഒരു ഇക്വേഷനൊക്കെ ഉണ്ട്. ഇക്വേഷൻ എന്താണെന്നും ഡെൻസിറ്റി കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ നോക്കി പഠിക്കുക. ഇനി അടുത്തായിട്ട് വരുന്നത് പോയിൻ്റ് ഡിഫക്റ്റ് അഥവാ സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റ്, വേക്കൻസി, സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റ്, അതുപോലെ തന്നെ നോൺ സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിക്കുക. സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റിൽ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് ഷോർട്ട് കീ ഡിഫക്റ്റും ഫ്രങ്കൽ ഡിഫക്റ്റുമാണ്. അതിൻ്റെ അത് എങ്ങനെയാണെന്നുള്ളത് വരച്ച് പഠിക്കുക, അതിൻ്റെ കാര്യങ്ങളെല്ലാം പഠിക്കുക. നെക്സ്റ്റ് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് സെമി കണ്ടക്ടേഴ്സിൽ N ടൈപ്പ് സെമി കണ്ടക്ടേഴ്സും P ടൈപ്പ് സെമി കണ്ടക്ടേഴ്സും എന്താണെന്ന് പഠിക്കുക, അത് ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട്, അതായത് അത് തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കുക. പിന്നെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, ഇതിൻ്റെയൊക്കെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക് തുടങ്ങിയ കാര്യങ്ങൾ വിത്ത് എക്സാമ്പിൾസ് പഠിക്കാം. നെക്സ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതിനകത്ത് കോൺസെൻട്രേറ്റഡ് റിലേറ്റഡ് ടേംസ്, അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, മൊളാരിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിക്കുക. പിന്നെ ഹെൻറീസ് ലോയും ആപ്ലിക്കേഷനും, പിന്നെ സോലിബിലിറ്റിയുടെ കാര്യങ്ങൾ, പിന്നെ അസിയോട്രോപിക് മിക്സ്ചേഴ്സ് വിത്ത് എക്സാമ്പിൾസ്, അസിയോട്രോപിക് മിക്സ്ചേഴ്സിൻ്റെ കാര്യങ്ങളും എക്സാമ്പിൾസും ഒക്കെ പഠിക്കുക. പിന്നെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എല്ലാം പഠിക്കുക. പിന്നെ മെത്തേഡ് ഓഫ് പ്രിവെൻറ്റിംഗ് കൊറോഷൻ, ഇതിത്രയാണ് ഈ ഒരു ചാപ്റ്ററിലകത്ത് നോക്കേണ്ടത്. പിന്നെ കെമിക്കൽ കൈനറ്റിക്സിനകത്ത് 0 ഓർഡർ, ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ റിയാക്ഷനും അതിൻ്റെ ഇക്വേഷൻ വിത്ത് പ്രോബ്ലംസ് ചെയ്യുക. അതുപോലെ തന്നെ എഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നൊരു പോർഷൻ ഉണ്ട്, ആ പോർഷൻ നോക്കുക. നെക്സ്റ്റ് സർഫസ് കെമിസ്ട്രി, അത് ഫുൾ തിയറിയാണ്, വായിച്ചു നോക്കുക. അതിനകത്ത് പ്രധാനമായിട്ടെന്നുള്ള പറയാനുള്ളത് കൊളോയിഡൽ പ്രോപ്പർട്ടീസ്, അത് തന്നെ കൊളോയിഡൽ സൊല്യൂഷൻ എന്ന ടോപ്പിക്ക് ഫോക്കസ് ചെയ്യുക. അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൊളോയിഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റിലൊക്കെ, ആ ഒരു ബോക്സ് ഒന്ന് റെഫർ ചെയ്തേക്കുക. അതിനകത്ത് കൊടുത്തേക്കുന്ന ഡിസ്പെർഷൻ ഫേസും ഡിസ്പെർഷൻ മീഡിയം കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ സോളിഡ് ആണെങ്കിൽ ആ ഒരു സൊല്യൂഷൻ്റെ പേര് സോളിഡ് സോൾ എന്നായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ എക്സാമ്പിൾ ജെം സ്റ്റോണ്, അതുപോലെ തന്നെ കളേർഡ് ഗ്ലാസ് തുടങ്ങിയതൊക്കെയാണ്. അങ്ങനെ സോളിഡ് സോളിഡ്, പിന്നെ സോളിഡ് ലിക്വിഡ്, സോളിഡ് ഗ്യാസ് തുടങ്ങിയ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടൊരു ടേബിളുണ്ട്, ആ ടേബിൾ കാണാതെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നെക്സ്റ്റ് പറയുന്നത് ജനറൽ പ്രിൻസിപ്പിൾ ആൻഡ് പ്രോസസ് ഓഫ് ഐസൊലേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പി ബ്ലോക്ക് എലമെൻറ്റ്സ്. ഇത്രയും ഈ ചാപ്റ്റേഴ്സാണ്. അതിലെ ജനറൽ പ്രിൻസിപ്പിൾ ആൻഡ് പ്രോസസ് ഓഫ് ഐസൊലേഷൻ ഓഫ് എലമെൻറ്റ്സിനകത്ത് കോൺസെൻട്രേഷൻ ഓഫ് ഓർ, അതായത് ഹൈഡ്രോളിക് വാഷിങ്, മാഗ്നറ്റിക് സെപ്പറേഷൻ, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ മെത്തേഡ്, ലീച്ചിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിക്കുക. പിന്നെ റിഫൈനിങ്ങിനകത്ത് ലിക്വേഷൻ, ഡിസ്റ്റിലേഷൻ, അതുപോലെ തന്നെ ഇലക്ട്രോളിറ്റിക് റിഫൈൻ, സോൺ റിഫൈനിങ്, പിന്നെ വേപ്പർ ഫേസ് മെത്തേഡ്, അതിനകത്ത് മോണ്ട് പ്രോസസ്സും വാൻ ആർക്കൽ പ്രോസസ്സും, പിന്നെ ക്രോമാറ്റോഗ്രാഫിക് മെത്തേഡ്, ഇതിൻ്റെ എല്ലാം പ്രോസസ്സ് എന്താണെന്ന് കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ ഈ ഒരു പ്രോസസ്സ് യൂസ് ചെയ്ത് റിഫൈൻ ചെയ്യുന്ന മെറ്റൽസ് ഏതൊക്കെയാണെന്ന് കൂടി എക്സാമ്പിളായിട്ട് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് തെർമോഡൈനാമിക് പ്രിൻസിപ്പിളാണ്. അതിനകത്ത് എലിഗ ഡയഗ്രത്തിൽ നിന്നൊരു ചോദ്യം ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. എലിഗ ഡയഗ്രത്തിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് അലോയ്സ്. ഈ അലോയ്സും ഇത് വെച്ചിട്ടുണ്ടാക്കുന്ന അലോയ്സും അതുപോലെ തന്നെ അതിൻ്റെ കോമ്പൗണ്ട്സിൻ്റെ യൂസസും എന്തൊക്കെയാണെന്ന് പഠിച്ചു വെച്ചേക്കുക. നെക്സ്റ്റ് ആയിട്ട് പറയുന്നത് പി ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. പി ബ്ലോക്ക് എലമെൻറ്റ്സിൽ ട്രെൻഡ്സ് ഇൻ കെമിക്കൽ റിയാക്ടിവിറ്റി ടുവാർഡ്സ് ഹൈഡ്രജൻ, അതുപോലെ തന്നെ റിയാക്ടിവിറ്റി ടുവാർഡ്സ് ഹാലോജൻ, ഓക്സിജൻ, മെറ്റൽസ്, ആ കാര്യങ്ങളൊക്കെ പഠിക്കുക. പിന്നെ ഇതിനകത്ത് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കാനായിട്ട്, അതായത് അമോണിയ, നൈട്രിക് ആസിഡ്, അതുപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡ് തുടങ്ങിയ കുറച്ച് സംഭവങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ടുണ്ട്. അതിൻ്റെ പ്രിപ്പറേഷൻ്റെ പ്രോസസ്സ്, ഉദാഹരണത്തിന് അമോണിയ ഉണ്ടാക്കുന്ന പ്രോസസ്സിൻ്റെ പേരാണ് ഹേബർ പ്രോസസ്സിൻ്റെ ആ ഒരു പ്രോസസ്സ് നടത്തേണ്ട ടെമ്പറേച്ചർ, അതുപോലെ തന്നെ അതിൻ്റെ കാറ്റലിസ്റ്റ്, അതുപോലെ തന്നെ എത്ര ബാർ പ്രഷറാണ് അപ്ലൈ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പഠിക്കുക. ഇതുപോലെ തന്നെ ഈ ഹെയർ പ്രോസസ്സിൻ്റെ പോലെ തന്നെ എല്ലാ ഇതുമുള്ള സൾഫ്യൂരിക് ആസിഡിൻ്റെയും നൈട്രിക് ആസിഡിൻ്റെ ഒക്കെ പ്രിപ്പറേഷൻ്റെ സമയത്ത് വേണ്ട സംഭവങ്ങൾ, അതായത് കാറ്റലിസ്റ്റും അതുപോലെ തന്നെ അപ്ലൈ ചെയ്യേണ്ട പ്രഷറും അറ്റ്മോസ്ഫിയർ പ്രഷറും എല്ലാം പഠിച്ചു വെക്കുക. അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
പിന്നെ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ, പിന്നെ നൈട്രിക് ആസിഡിൻ്റെ പ്രോസസ്സ്, മേക്കിങ്, ഗ്രൗണ്ട് റിംഗ് ടെസ്റ്റ് എന്താണെന്ന് അതൊക്കെ പഠിക്കുക. പിന്നെ ഗ്രൗണ്ട് റിംഗ് ടെസ്റ്റ് നിങ്ങൾക്ക് ലാബിൽ ചെയ്യാൻ കാണുമായിരിക്കും, അപ്പോൾ മിക്കവാർക്കും ഉള്ള എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ അത് ഒന്ന് ജസ്റ്റ് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നിങ്ങൾ ചെയ്ത് നോക്കിയൊരു കാര്യമില്ല. പിന്നെ ഫോസ്ഫറസിൻ്റെ ഹാലൈറ്റ്സ്, PCl3, PCl5, പ്രിപ്പറേഷൻ, അതുപോലെ തന്നെ പ്രോപ്പർട്ടീസ്, സ്ട്രക്ചർ ആൻഡ് യൂസസ്. പ്രിപ്പറേഷൻ, പ്രോപ്പർട്ടീസ്, സ്ട്രക്ചർ ആൻഡ് യൂസസ് നോക്കുക. നെക്സ്റ്റ് ഓക്സോസിഡ്സ് ഓഫ് ഫോസ്ഫറസ്. ഓക്സോസിഡ്സ് ഓഫ് ഫോസ്ഫറസിൻ്റെ സ്ട്രക്ചർ നോക്കുക, പ്രിപ്പറേഷൻ നോക്കുക. പ്രിപ്പറേഷൻ നോക്കണമെന്നില്ല, പ്രിപ്പറേഷൻ നോക്കണം, സ്ട്രക്ചർ നോക്കണം. നെക്സ്റ്റ് ഗ്രൂപ്പ് 16 എലമെൻസിൻ്റെ ഫിസിക്കൽ ക്യാരക്ടേഴ്സ്. പിന്നെ ട്രെൻഡ്സ് ഇൻ റിയാക്ടിവിറ്റി നോക്കുക, അത് ഓക്സിഡേഷൻ, അതുപോലെ തന്നെ റിയാക്ടിവിറ്റി ടുവാർഡ്സ് ഹൈഡ്രജൻ, ഓക്സിജൻ, ഹാലജൻ. പിന്നെ ഓക്സിജൻ്റെ പ്രിപ്പറേഷൻ, പ്രോപ്പർട്ടീസ്, ഓസോൺ, അതുപോലെ തന്നെ സൾഫർ ഡയോക്സൈഡ് തുടങ്ങിയതിൻ്റെയൊക്കെ പ്രിപ്പറേഷൻ, അതുപോലെ തന്നെ പ്രോസസ്സ്, പ്രൊസീജിയർ, എങ്ങനെയാണത് നിർമ്മിക്കേണ്ടത്, അതുപോലെ തന്നെ ഇതിൻ്റെ യൂസസ് തുടങ്ങിയതൊക്കെ വായിച്ച് നോക്കാനുള്ള ചാപ്റ്ററാണ് ഈ ഒരു പി ബ്ലോക്ക് എന്ന് പറയുന്നത്. മാക്സിമം നമ്മൾ എത്രത്തോളം അത് വായിക്കുന്നോ നമുക്ക് അത്രത്തോളം അത് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിൽ കോമ്പൗണ്ട്സ് ഓഫ് സെനോൺ വെച്ചിട്ട് കോമ്പൗണ്ട്സ് ഓഫ് സെനോൺസിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പം സെനോണിൻ്റെ കോമ്പൗണ്ട്സിൻ്റെ കാര്യങ്ങൾ പഠിക്കുക, അതായത് സെനോൺ ഫ്ലൂറൈഡ്, സെനോൺ ഓക്സിജൻ കോമ്പൗണ്ട്സ്, സ്ട്രക്ചർ ഓഫ് സെനോൺ കോമ്പൗണ്ട്സ് ആൻഡ് ഇറ്റ്സ് യൂസസ്. ആ ഒരു ടോപ്പിക് കവർ ചെയ്യണം, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ HClൻ്റെ പ്രൊഡക്ഷൻ, ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ പ്രിപ്പറേഷൻ, പ്രൊഡക്ഷൻ തുടങ്ങിയ കാര്യങ്ങൾ അതൊക്കെ പഠിക്കാം. പിന്നെ D ആൻഡ് F ബ്ലോക്ക് എലമെൻസിനകത്ത് പ്രധാനമായിട്ടും ട്രെൻഡ്സ് പഠിച്ച് വെച്ചേക്കുക. അതുപോലെ തന്നെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുക, അതായത് മെറ്റാലിക് ക്യാരക്ടർ, മെൽറ്റിംഗ് പോയിന്റ്, എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ, അറ്റോമിക് ആൻഡ് അയോണിക് റേഡിയൽ, അതുപോലെ തന്നെ ഡെൻസിറ്റി, അയോണൈസേഷൻ എൻതാൽപ്പി, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, ഓക്സിഡേഷൻ സ്റ്റേറ്റ്, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, ഫോർമേഷൻ ഓഫ് കളേർഡ് അയോൺസ്, കാറ്റലിറ്റിക് പ്രോപ്പർട്ടി തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിക്കുക. പിന്നെ പൊട്ടാസ്യം പെർമാംഗനേറ്റ്, പൊട്ടാസ്യം ഡൈക്രോമേറ്റിൻ്റെ പ്രിപ്പറേഷൻ, അതുപോലെ തന്നെ പ്രോപ്പർട്ടീസ്, സ്ട്രക്ചർ, യൂസ്, ഇക്കാര്യങ്ങൾ പഠിക്കുക. പിന്നെ ഇന്നർ ട്രാൻസിഷൻ എലമെൻസിൻ്റെ ലാന്തനോയിഡ്സിൻ്റെയും ആക്ടിനോയിഡ്സിനെയും കവർ ചെയ്തിട്ടുള്ള പോർഷൻസ് എല്ലാം പഠിക്കുക. അതിനുപരി ഇതിൻ്റെയൊക്കെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. അതാണ് എല്ലാത്തിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഒട്ടുമുക്ക ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റും. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിച്ചു വെക്കുക. പിന്നെ എളുപ്പമുള്ളൊരു ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ അവസാനം എത്തി. പിന്നെ പോളിമേഴ്സാണ്. പോളിമേഴ്സിൽ പ്രധാനമായിട്ടും അഡിഷൻ പോളിമറൈസേഷൻ ഓർ ചെയിൻ ഗ്രോത്ത് പോളിമറൈസേഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. അതിൽ വരുന്ന പ്രോസസ്സുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. പിന്നെ സം ഇമ്പോർട്ടൻ്റ് അഡീഷണൽ പോളിമേഴ്സ്, അഡിഷൻ പോളിമേഴ്സ് ഏതൊക്കെയാണെന്നും അതിൻ്റെ ഉപയോഗങ്ങളും പഠിക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അഡിഷൻ പോളിമേഴ്സും അതിൻ്റെ ഉപയോഗങ്ങളും, ഉദാഹരണത്തിന് പോളിത്തീൻ, അതുപോലെ തന്നെ പോളി ടെട്രാ ഫ്ലൂറോ എത്തി, ടെഫ്ലോൺ, പിന്നെ പോളി ക്രയോനൈട്രിൻ, പോളിപ്രൊപ്പീൻ, പോളിസ്റ്റൈറീൻ, പോളിവിനൈൽ ക്ലോറൈഡ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ പ്രിപ്പറേഷനും അതുപോലെ തന്നെ എക്സാമ്പിൾസും പഠിച്ചു വെക്കുക കേട്ടോ. പിന്നെ ഇമ്പോർട്ടൻ്റ് കണ്ടൻസേഷൻ പോളിമേഴ്സ് ഏതൊക്കെയാണെന്നും അതിൻ്റെ എക്സാമ്പിൾസും പഠിക്കുക. അതായത് നൈലോൺ 6, ഡാക്രോൺ, ഗ്ലിപ്റ്റാൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കുറച്ച് ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ പഠിക്കുക. പിന്നെ നാച്ചുറൽ റബ്ബറിൻ്റെ IUPAC നെയിമും കോമൺ നെയിമും പഠിക്കുക. പിന്നെ വൾക്കനൈസേഷൻ ഓഫ് റബ്ബർ എന്താണെന്ന് മനസ്സിലാക്കുക. അതായത് ഈ ഒരു സാധാരണ നമ്മുടെ ഉള്ള റബ്ബറിനകത്ത് സൾഫർ ആഡ് ചെയ്യുന്നൊരു പ്രോസസ്സാണ്. അത് എത്ര ഹീറ്റിലാണ് ആ ഒരു പ്രോസസ്സ് നടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ, അതിൻ്റെ ഇടയ്ക്ക് കാറ്റലിസ്റ്റ് വല്ലതും ഉപയോഗിക്കുന്നുണ്ടോ, ആ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം വൾക്കനൈസേഷൻ ഓഫ് റബ്ബർ എന്നുള്ള ടോപ്പിക്ക് നല്ലോണം നോക്കിക്കൊണ്ട് പോവുക. പിന്നെ സിന്തറ്റിക് റബ്ബറിൻ്റെ എക്സാമ്പിൾസ്, അതായത് നിയോപ്രീൻ, ബ്യൂണ എസ് എന്തൊക്കെയാണോ അതിൻ്റെ സ്ട്രക്ചറൊക്കെ നോക്കി വെക്കുക. പിന്നെ ബയോഡീഗ്രേഡബിൾ പോളിമേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കുക. ഈ നെക്സ്റ്റ് ബയോമോളിക്യൂൾസ് ആണ്. ബയോമോളിക്യൂൾസിൽ കാർബോഹൈഡ്രേറ്റിനെ കുറിച്ച് നോക്കുക. പിന്നെ റെഡ്യൂസിങ് ആൻഡ് നോൺ റെഡ്യൂസിങ് ഷുഗേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കുക. പിന്നെ ഡൈസാക്രൈഡ്സ്, അതായത് സൂക്രോസ്, മാൾട്ടോസ്, ലാക്ടോസ് ഒക്കെ എന്തോന്ന് മനസ്സിലാക്കുക. പിന്നെ പോളിസാക്രൈഡ്സ്, സ്റ്റാർച്ച്, സെല്ലുലോസ്, ഗ്ലൈക്കോജൻ, അതിനെക്കുറിച്ച്. പിന്നെ പ്രോട്ടീൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കുക, അതായത് അമിനോ ആസിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കുക. അടുത്തതായിട്ട് സ്ട്രക്ചർ ഓഫ്
സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ ആൻഡ് ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ പഠിച്ചു വെക്കുക. അതായത് പ്രോട്ടീൻ്റെ പ്രൈമറി സ്ട്രക്ചർ, സെക്കൻഡറി സ്ട്രക്ചർ, ടെർഷ്യറി സ്ട്രക്ചറൊക്കെ എന്താണെന്നും അത് എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻസൈംസ്. ആ ഒരു പോർഷൻ വായിക്കുക, ആ ഒരു പോർഷൻ വായിച്ച് വെച്ചേക്കുക. അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നില്ല, പക്ഷെ എങ്കിലും വായിച്ച് വെച്ചേക്കുക, കാരണം നമുക്കിതിലൊന്നും കളയാൻ പറ്റത്തില്ല. നെക്സ്റ്റ് വിറ്റമിൻസ്. വിറ്റമിൻസിനകത്ത് പറയുമ്പോൾ ഏതൊക്കെയാണ് വിറ്റമിൻസ്, വിറ്റമിൻസിനൊരു കോമൺ നെയിം കാണും. ആ നെയിം എന്താണ്, ഓരോ വിറ്റമിനും ഓരോരോ പേരുകളുണ്ട്, ആ പേരെന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് നമുക്ക് വരുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്, ആ ഒരു പോർഷനുള്ള ഒരു ടേബിൾ നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ഒരു ടേബിൾ റെഫർ ചെയ്ത് മനസ്സിലാക്കിയെടുക്കുക. പിന്നെ ന്യൂക്ലിക് ആസിഡിനകത്ത് പ്രധാനമായിട്ടും ഡിഫറൻസ് ഇൻ DNA ആൻഡ് RNA. RNAയുടെ DNAയുടെ ഡിഫറൻസ് എന്താണെന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ RNA എന്താണെന്നും DNA എന്താണെന്നും കൂടി മനസ്സിലാക്കുക. നെക്സ്റ്റ് കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ്, ലാസ്റ്റ് ചാപ്റ്ററാണ്. വളരെ സിമ്പിളാണ്. ഇതിനകത്ത് പ്രധാനമായിട്ടും ചോദിക്കുന്നത് ഡ്രഗ്സ് എന്ന് പറയുന്നൊരു പോർഷനിൽ നിന്നായിരിക്കും പ്രധാനമായിട്ടും ചോദ്യങ്ങൾ വരുന്നത്. അതിൽ പ്രധാനമായിട്ടും ഡ്രഗ് ഇൻട്രാക്ഷൻ, അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ഡ്രഗ്സ്, അതായത് ആൻറ്റാസിഡ്, ആൻറ്റിഹിസ്റ്റമൈൻസ്, ട്രാൻസ്ക്യുലൈസേഴ്സ്, അനാൽജസിക്സ്, അതുപോലെ തന്നെ ആൻറ്റി മൈക്രോബിയൽ ഡ്രഗ്സ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ആൻറ്റി ഫെർട്ടിലിറ്റി ഡ്രഗ്സ് ഏതൊക്കെയാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അതിൽ ആൻറ്റി ഫെർട്ടിലിറ്റി ഡ്രഗ്സ് എന്നുള്ള ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആൻറ്റി മൈക്രോബിയലിനകത്ത് ആൻറ്റിബയോട്ടിക്കും അതുപോലെ തന്നെ ആൻറ്റിസെപ്റ്റിക് ആൻഡ് ഡിസിൻഫെക്റ്റൻസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പ്രധാനമായിട്ടും ആൻറ്റി മൈക്രോബിയൽ ഡ്രഗ്സിനകത്ത് ആ ഒരു ആൻറ്റിബയോട്ടിക് ബ്രോഡ് സ്പെക്ട്രം ആണോ, അതുപോലെ തന്നെ നാരോ സ്പെക്ട്രം ആൻറ്റിബയോട്ടിക്സ് ഷഫിൾ ചെയ്ത് തരും. അതിനകത്തുനിന്ന് നമുക്ക് ഏതെങ്കിലും ഒരു ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക് പിക്ക് ചെയ്തെടുക്കാനോ, അതും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വരുന്ന ഈ ഒരു ടൈപ്പിലായിരിക്കും. കുറേ ആൻറ്റിബയോട്ടിക്സിൻ്റെ പേര് തന്നിട്ട് ഈ കൂട്ടത്തിൽ, അതായത് ഇതിനകത്ത് മുക്കാൽ പങ്കും, അതായത് ഇപ്പോൾ 4 പേര് തന്നു കഴിഞ്ഞാൽ അതിൽ 3 എണ്ണം ചിലപ്പം ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക് ആയിരിക്കും, അതിൽ ഒരെണ്ണം നാരോ സ്പെക്ട്രം ആൻറ്റിബയോട്ടിക് ആയിരിക്കും. അപ്പം ക്വസ്റ്റ്യൻ വരുന്നത് പിക്ക് ദ ഓഡ് വൺ എന്നായിരിക്കും. അപ്പം സ്വാഭാവികമായിട്ടും നാരോ സ്പെക്ട്രം ആൻറ്റിബയോട്ടിക് നമ്മൾ അതിൽ നിന്ന് ചൂസ് ചെയ്തെടുക്കണം. അപ്പോൾ 2 കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം, ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക് അതുപോലെ തന്നെ നാരോ സ്പെക്ട്രം ആൻറ്റിബയോട്ടിക്കും നമ്മൾ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് പിന്നെ കെമിക്കൽസ് ഫുഡിൽ ആഡ് ചെയ്യുന്ന കെമിക്കൽസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഹൈ ടെമ്പറേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കെമിക്കൽ ഏതാണ്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ ചോദിക്കും ഈ ഫുഡ് എന്നുള്ള പോർഷനിൽ നിന്ന്. പിന്നെ സോപ്പിൻ്റെ പ്രിപ്പറേഷൻ പഠിച്ച് വെച്ചേക്കുക, പിന്നെ അതിൻ്റെ ഫോർമുലയും പഠിച്ച് വെച്ചേക്കുക. പിന്നെ ഡിറ്റർജൻസ് എന്നുള്ളൊരു പോർഷൻ നോക്കി വെക്കുക, അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാൻ സ്റ്റാൻഡേർഡുള്ളൊരു പോർഷനാണത്. ഡിറ്റർജൻസിനെ കുറിച്ചും മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത്. നമ്മൾ പറ്റാവുന്ന ടോപ്പിക്കുകൾ മാത്രമേ പറഞ്ഞ് പോയിട്ടുള്ളൂ, പിന്നെ കുറച്ച് ചാപ്റ്റേഴ്സ് ഒന്നും പറഞ്ഞിട്ടില്ല. അതായത് ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ നോക്കാതിരിക്കുവാണെങ്കിൽ മാത്രം പ്രിഫർ ചെയ്യാവുന്ന കുറച്ച് പാഠങ്ങളുടെ കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ദയവ് ചെയ്ത് ഇത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഫുൾ പഠിച്ച് പ്രിപ്പയർ ചെയ്തവർ ഈ ഒരു പാറ്റേൺ തുടരേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ അടുത്ത ദിവസം മാത്സിൻ്റെ പ്രധാനപ്പെട്ട ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷന് താല്പര്യമുള്ള കുട്ടികൾക്ക് നോക്കി പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പാർട്സാണ് പറയാൻ പോകുന്നത്. അപ്പോൾ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.